സിവിൽ പോലീസ് ഓഫീസർ അപേക്ഷിച്ച ശേഷം പ്രായപരിധി കഴിഞ്ഞാൽ അയോഗ്യനാകുമോ എന്നാണ് ഇതിനകത്ത് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ചോദ്യം CPO ഉദ്ദേശിച്ചാണ് ചോദിച്ചിട്ടുള്ളതെങ്കിൽ നമ്മളുടെ എല്ലാവരുടെയും മനസ്സിലുള്ളൊരു ചോദ്യം തന്നെയാണ്. കാര്യം അപേക്ഷിച്ച ശേഷം ഏജ് ഓവർ ആവുമോ, അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഇപ്പോൾ നമ്മൾ അപേക്ഷിക്കുന്ന സമയത്ത് 25 വയസ്സാണ്. ആ വയസ്സ് നമ്മളിപ്പോൾ അതിൻ്റെ ലിസ്റ്റ് വരാൻ നേരത്ത് നമുക്ക് 26 വയസ്സായി, അതിൻ്റെ ഏജ് ലിമിറ്റ് 25 ആണെങ്കിൽ നമ്മളെ ലിസ്റ്റിനകത്ത് ഉൾപ്പെടുത്തുമോ എന്നൊരു സംശയം നമ്മളുടെ എല്ലാവരുടെയും മനസ്സിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടൊരു ക്ലാരിഫിക്കേഷനാണ് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ തരാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. എന്തായാലും ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കുക. സിവിൽ പോലീസ് ഓഫീസർ അർഹതാ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. വിജ്ഞാപന പ്രകാരം അനുവദനീയമായ പ്രായപരിധി ഇപ്പോൾ കടന്നു. മെയിൻ പരീക്ഷയ്ക്ക് ശേഷം ലിസ്റ്റിൽ ഉൾപ്പെട്ടാൽ സർട്ടിഫിക്കറ്റ് പരിശോധനാ വേളയിൽ എന്നെ അയോഗ്യനാക്കുമോ എന്നാണ് ഒരു വിദ്യാർത്ഥി ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും അതിൻ്റെ ഉത്തരം എന്താണെന്ന് നമുക്ക് നോക്കാം. വിജ്ഞാപനം പ്രസിദ്ധീകരിക്കുന്ന വർഷം ജനുവരി 1 അടിസ്ഥാനമാക്കിയാണ് PSC പ്രായപരിധി കണക്കാക്കുന്നത്. ആ തീയതി വിജ്ഞാപന പ്രകാരമുള്ള പ്രായപരിധി കഴിയാതിരുന്നാൽ മതി. തിരഞ്ഞെടുപ്പ് നടപടി വൈകുന്നത് അപേക്ഷകരെ ബാധിക്കുന്ന കാര്യമല്ല. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. തിരഞ്ഞെടുപ്പ് നടപടി വൈകുന്നത് അപേക്ഷകരെ ബാധിക്കേണ്ട കാര്യമല്ല. മെയിൻ പരീക്ഷ, കായികക്ഷമതാ പരീക്ഷ, സർട്ടിഫിക്കറ്റ് പരിശോധന എന്നിവയിൽ യോഗ്യത നേടിയാൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാനോ നിയമനം ലഭിക്കാനോ തടസ്സമുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്തെ ഏജാണ് യഥാർത്ഥത്തിലെ ഏജ്. ബാക്കി നിയമന നടപടികളും കാര്യങ്ങളൊന്നും നമ്മുടെ കയ്യിലല്ല. അതൊക്കെ കേരള PSC ഗവൺമെൻറ്റിൻ്റെ കയ്യിലൊക്കെയാണ്. അപ്പോൾ അത് നമ്മുടെ ഏജ് നമുക്ക് ഓവറായി പോയി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ തെറ്റല്ല. അതെന്താണ്, അത് സമയത്ത് അത് ചെയ്യാത്തവരുടെ തെറ്റാണല്ലേ. അപ്പോൾ എന്തായാലും നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്തുള്ള നമ്മുടെ ഏജാണ് ഏജ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മൾ ഏജ് കൂടിയാൽ ഉള്ളത് വിഷയം നമ്മളെ ബാധിക്കുന്ന കേസല്ല എന്നുള്ള കാര്യം നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഈ ഒരു സംശയം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള അപ്ഡേറ്റ്സിനും നോട്ടിഫിക്കേഷൻസിനും ക്ലാസ്സുകൾക്കുമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനലിൽ ഇപ്പോൾ സിവിൽ പോലീസ് ഓഫീസറിൻ്റെത്, എക്സൈസിൻ്റെത്, ഫയർമാൻ ക്ലാസ്സുകളൊക്കെ ചെയ്തു വരുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോയും ക്ലാസ്സും ഒക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.